നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്ത് ജനങ്ങളുടെ കൈകളിലേക്ക് ധനസഹായം ലഭിക്കുന്ന രീതിയിൽ വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി, സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ, കുട്ടികൾക്ക് വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ. അപ്പോൾ ഇവയുടെയെല്ലാം വിതരണ സമയങ്ങൾ കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ 63 ലക്ഷത്തോളം വരുന്ന ആളുകൾ സ്വീകരിക്കുന്ന ധനസഹായമാണ്. അപ്പോൾ അവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫെബ്രുവരി മാസം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ഇനി മുടങ്ങാതെ നമുക്ക് ലഭിക്കും. 14,500 കോടി രൂപയാണ് ഈ വർഷം മുഴുവനും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഫണ്ട് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തുക വിനിയോഗിച്ച് എല്ലാ മാസവും കൃത്യസമയത്ത്, അതായത് മാസത്തിൻ്റെ അവസാന ആഴ്ചയോടെയായിരിക്കും പെൻഷൻ വിതരണം നടത്തപ്പെടുന്നത്. അക്കൗണ്ടിലേക്ക്, കൈകളിലേക്ക് 2000 രൂപ വീതം കയറുകയും ചെയ്യും. എന്നാൽ ഇതേ സമയത്ത് 3ഓളം വരുന്ന പ്രധാന കാര്യങ്ങൾ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കൾ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയിലൂടെ ചുരുക്കി ഒന്ന് പറയുകയാണ്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ ഗുണഭോക്താക്കളുടെ വിവിധ രേഖാ സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. നിലവിൽ അതിനുവേണ്ടി മാർച്ച് മാസം 31-ാം തീയതി വരെ സർക്കാർ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീയതി വരെ നമുക്ക് ആനുകൂല്യം മുടങ്ങില്ല. പക്ഷേ ഏപ്രിൽ മാസം മുതൽ രേഖകൾ സമർപ്പിക്കാത്തവർക്ക് ആനുകൂല്യം മുടങ്ങും. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട രേഖകൾ എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ വെക്കണം. വില്ലേജ് ഓഫീസറാണ് ഇത് അപ്രൂവൽ നൽകേണ്ടത്. അതിനുശേഷം നമുക്ക് അപ്രൂവൽ ലഭിച്ചു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതും ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം ബന്ധപ്പെട്ട നമ്മളുടെ പെൻഷൻ വിതരണം ചെയ്യുന്ന തദ്ദേശ സ്ഥാപനം, അത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അവിടെ ഇത് ഏൽപ്പിക്കുകയും വേണ്ടതാണ്. ഇനി ഈ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്ന കാര്യം എത്രയും വേഗം തന്നെ ചെയ്യുക. രേഖകൾ സമർപ്പിച്ചാലും സേവനയുടെ സൈറ്റിലേക്ക് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണമെന്നില്ല. മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കുമേ ഉദ്യോഗസ്ഥർ ഇതെല്ലാം ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. എങ്കിലും നമ്മൾ രേഖകൾ സമർപ്പിക്കുക എന്നുള്ളത് കാര്യം മാത്രമാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെൻഷൻ മുടങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എത്രയും വേഗം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമാണ്. ഇനി ഈ വർഷം തന്നെ ഇത് സമർപ്പിച്ചവരെ ഇനി ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ജനുവരി മാസം മുതൽ ഈ രേഖ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇനി കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഈ വർഷവും ഇത് സമർപ്പിക്കേണ്ടതാണ്. എല്ലാ വർഷവും ഇത് കൊടുത്ത് പുതുക്കേണ്ടതാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരിൽ പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രധാന രേഖയാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2019 ഡിസംബർ മാസം വരെയൊക്കെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തികളിലാണ് ഏകദേശം 3 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ്. അവരത് ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടത്. അവർക്ക് ജൂൺ മാസം വരെ ഇളവുകളുണ്ട്. ആ ഒരു സമയത്തിന് മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം ജൂലൈ മാസം മുതൽ അവർക്ക് പെൻഷൻ കിട്ടാതാകും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് കൊടുത്തിട്ടുള്ളവർ, ഒരിക്കലെങ്കിലും ഇത് സമർപ്പിച്ചിട്ടുള്ളവർ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സ്റ്റാറ്റസ് ഒന്ന് കയറി പരിശോധിച്ചാൽ മതി. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ബാധകമല്ല എന്നാണ് കാണുന്നതെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം അവിടെ കാണിക്കും. ഇനി സമർപ്പിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ സമർപ്പിച്ചിട്ടില്ല എന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ രേഖകൾ ഏൽപ്പിക്കുകയും വേണം. ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ വിതരണം നടത്തപ്പെടുക. ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരും. ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങുന്ന ആർക്കെങ്കിലും അത്യാവശ്യം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം കൈകളിലേക്ക് മതിയെങ്കിൽ ആ കാര്യങ്ങൾക്കുള്ള അപേക്ഷകൾ ഉൾപ്പെടെ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളും നമ്മളുടെ സംസ്ഥാനത്തുണ്ട് എന്നൊരു കാര്യം പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.